അപ്പോൾ ഇത് നമ്മളുടെ എന്താ പറയുക ക്യാപിറ്റൽ ബാസ്മതി റൈസ് നമുക്ക് സാമ്പിൾ തന്നാൽ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്തിട്ടൊന്ന് വെച്ച സാമ്പിൾ. നല്ല നീളമുണ്ട്, വണ്ണം കുറവാണ്. കാരണം എന്താ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നല്ല നീളം, വണ്ണം കുറവാണ്, തടിച്ചിട്ടില്ലേ. നമ്മൾ കഴിച്ച് ഇതിൽ നമ്മളൊന്നും ചേർക്കാതെയാണ് കിട്ടുള്ളത്. കാരണം അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട്. കാരണം നമ്മളൊരു വസ്തുവിൽ എണ്ണ ഒഴിച്ചു, നെയ്യ് ഒഴിച്ചു, മസാല ഒഴിച്ചു അതൊക്കെ ഇട്ട് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അരിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയുന്നതാണ് കേട്ടോ. നല്ല മണമുണ്ട്, നല്ല സോഫ്റ്റാണ്. ഫ്രൈഡ് റൈസിന്, ബിരിയാണിക്ക് സൂപ്പറായിട്ട് പറ്റും. പിന്നെ ഫ്രൈഡ് റൈസിനും ബിരിയാണിക്കും പറ്റുന്ന അരിയാണ്. കാരണം ഒട്ടി പിടിച്ചിട്ടില്ല, കുഴഞ്ഞിട്ടില്ല, വെന്ത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ജയയിലെ പ്രത്യേകത മുഴുവൻ അങ്ങനെയാണല്ലോ. നമ്മുടെ കടയിൽ വന്ന് മേടിക്കുന്ന അരികൾ ഒട്ടി പിടിക്കില്ല, കുഴയില്ല, വെന്തോടില്ല. അതാണ് ജയ ബ്രാൻഡിൻ്റെ പ്രത്യേകത. എപ്പോഴും ഡബിൾ ഓൾഡ് അരി, നല്ല പഴക്കമുള്ള അരി നമ്മൾ എടുത്തോളൂ. അതുപോലെ തന്നെ നല്ല പഴക്കമുള്ള അരിയാണ് ഡബിൾ ഓൾഡ് അരിയാണ്. അപ്പോൾ ജയ ബ്രാൻഡ് പോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാവുന്ന അരിയാണ്. ഓക്കെ, ഇനി നമ്മുടെ ജയയുടെ ജോളി ജോൺസൺ വെച്ച കറി ഇതിലില്ലെങ്കിലും നമുക്ക് തിന്നാൻ പറ്റുമെങ്കിലും കറിയുടെ ടേസ്റ്റ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ഇതിലൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ കളർ ചേഞ്ച് വരുന്നു, ആ ടേസ്റ്റ് മാറുന്നു. അടിപൊളി ടേസ്റ്റ്. നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല പഴക്കമുള്ള അരി ബിരിയാണി വെച്ച് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കറി കൂട്ടി, കറി ഇല്ലെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ സാമ്പിളിൻ്റെ അവതരണം. ഓക്കെ.